ഹലോ എവ്രി വൺ. കുറേ പേരായിട്ട് എന്നോട് കമന്റിലും മറ്റുമൊക്കെ ആയിട്ട് ചോദിക്കുന്നു ലിപ്സ്റ്റിക്സിന്റെ കളക്ഷൻ ഒന്ന് കാണിക്കാൻ പോകുന്നു. സോ ഇനിയും ഗേറ്റ് കീപ്പ് ചെയ്യുന്നത് മര്യാദയല്ല. എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സിന്റെ കളക്ഷൻ കാണിക്കാം. ഞാൻ എന്തായാലും ഓയിൽ ക്ലെൻസറും കോട്ടൺ പാഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ എല്ലാം സ്വാച്ച് ചെയ്ത് കാണിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്തൗട്ട് എനി ഡിലേ. എന്റെ കയ്യിൽ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരുപാട് ലിപ്സ്റ്റിക്സ് വാങ്ങുന്ന ഒരാളല്ല. പിന്നെ കഴിവതും മിനീസ് മേടിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം കുറേ ഇട്ട് കഴിയുമ്പോൾ ബോറടിക്കും. പിന്നെ ഒരേ ലിപ്സ്റ്റിക് നമ്മൾ എല്ലാ ദിവസവും ഇടുന്നില്ല, അപ്പം എക്സ്പയറി ആയി പോയാലോ എന്നൊക്കെ പേടിച്ചിട്ട് മിനീസ് ഞാൻ കിട്ടുന്നതുമൊക്കെ മേടിക്കാറുണ്ട്. പിന്നെ ഞാൻ ന്യൂഡ് ലിപ്സ്റ്റിക്സിന്റെ ഒരാളാണ്. എന്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു ബ്രൗൺ ന്യൂഡ് തന്നെ പലതുണ്ടെന്ന് തോന്നുന്നു. സോ ഇപ്പൊ എന്തിട്ടാ സ്റ്റാർട്ട് ചെയ്യുക? സോ ദ ഫസ്റ്റ് വൺ ഐ ഹവ് ജസ്റ്റ് റാൻഡംലി പിക്ഡ് അപ്പ് സംതിങ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇതിന്റെ ലേബലൊക്കെ മാഞ്ഞു പോയി. ഇത് വന്നിട്ട് ഇതിന്റെ ഷെയ്ഡ് ഇസ് 214 കാരമൽ. ആൻഡ് ഇത് ലോങ് വെയർ റിച്ച് കളർ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ദിസ് ഇസ് നോട്ട് ആക്ച്വലി എ വെരി ഗുഡ് ഓപ്ഷൻ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഓഫ് കോഴ്സ്. പക്ഷേ ആൻഡ് ഇത് ഇങ്ങനെ തുറന്നു വരുന്ന ട്വിസ്റ്റ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന ഒരു ലിപ് ക്രയോൺ ആണ്. ബട്ട് ഐ ടെൽ യു ദിസ് has got a very subtle color payoff and it's not at all long lasting. ഒട്ടുമേ ലോങ് ലാസ്റ്റിംഗ് അല്ല. വളരെ 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 പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ആൻഡ് നല്ലൊരു ന്യൂഡ് ഷെയ്ഡ് ആണ്. എവറിത്തിങ് ഇസ് ഗുഡ് അബൌട്ട് ദിസ് വൺ. പക്ഷെ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കും നമുക്ക് ഈ ട്യൂബിലുള്ള കളർ നമ്മുടെ ചുണ്ടിൽ വരണം. ആൻഡ് ഓൾസോ കുറച്ചെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. ബട്ട് ദിസ് ഇസ് വെരി 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 ഷോർട്ട് ലിപ്ഡ് ഓൺ ദ ലിപ്സ്. അപ്പൊ ഞാൻ ഇതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബേസ് ആയിട്ട് യൂസ് ചെയ്യും. അതാണ് ചെയ്യാറുള്ളത്. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് സ്വാച്ച് ചെയ്ത് കാണിച്ചത്. യു ക്യാൻ ആക്ച്വലി സീ വാട്ട് ഐ മീൻ. ഒട്ടുമേ ഒരു സുഖമില്ലാത്ത ആപ്ലിക്കേഷൻ ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വാഷ് ഔട്ട് ചെയ്യുന്ന ചില ലിപ്സ്റ്റിക്സ് കാണത്തില്ലേ, അപ്പൊ അതിനൊരു ബേസ് ആയിട്ട് ഇത് കൊടുക്കും. ഇപ്പം അതേ പറ്റുള്ളൂ. പിന്നെ ഇതിനൊരു ചെറിയൊരു മണമുണ്ട്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ഓൺ മൈ ഫേസ്. ശരിക്കും എനിക്ക് ലിപ്സ്റ്റിക്സിൽ അത്ര മണമുള്ളത് ഇഷ്ടമല്ല. നമ്മുടെ മൂക്കിന്റെ നേരെ താഴെ വരുന്നതാണ്. അപ്പൊ എപ്പോഴും ഒരു ഭയങ്കര പഞ്ചന്റ് ആയിട്ടുള്ള ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തലവേദന എടുക്കും. സോ ഇത് പക്ഷേ വലിയ കുഴപ്പമില്ല, സഹിക്കാവുന്ന മണമാണ്. ബട്ട് ഐ വിഷ് ദിസ് ഹാഡ് എ ബെറ്റർ കളർ പേ ഓഫ് ആൻഡ് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സോ ദ നെക്സ്റ്റ് ലിപ്സ്റ്റിക് ഇസ് കിറോ ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ക്വാഡ് എന്ന് പറയുന്ന ഈ 4 മിനീസ് അടങ്ങുന്ന ഒരു സ്റ്റാക്ക് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് മിനീസ് കിട്ടിയാൽ അതാണ് ഏറ്റവും സന്തോഷം. അപ്പൊ ഇതിനകത്തെ ഈ ഫസ്റ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, ദിസ് വൺ. ഈ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നട്ട്മെഗ് ന്യൂഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഈ നട്ട്മെഗ് ന്യൂഡിന്റെ ഒരു ഫുൾ ബോട്ടിൽ എനിക്ക് ഉണ്ടായിരുന്നേ. ഭയങ്കര നല്ല ലിപ്സ്റ്റിക് ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ കളർ പേ ഓഫ് വൈസ് ആണെങ്കിലും ആപ്ലിക്കേഷൻ വൈസ് ആണെങ്കിലും ദ വേ ഇറ്റ് ഫീൽസ് ഓൺ ദ ലിപ്സ് അങ്ങനെയാണെങ്കിലും ലോങ് ലാസ്റ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നട്ട്മെഗ് ന്യൂഡ് ആണ്. ആൻഡ് ഒത്തിരിയും പേര് ഞാൻ വളരെ മുൻപൊക്കെ ഇട്ട ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് ഇത് ചോദിച്ചിട്ട് ഞാൻ 1-2 ഫ്രണ്ട്സിന് ഇത് മേടിച്ച് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് നട്ട്മെഗ് ന്യൂഡ്. സോ അത് ഈ ക്വാഡിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. സോ ഇതിനകത്തുള്ള 4 ഷെയ്ഡ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്വാച്ച് ചെയ്യും, അതിനോടൊപ്പം ഇതിന്റെ പേര് പറയും ചെയ്യാം. ഈ സ്റ്റാക്കിന്റെ പേര് അൾട്ടിമേറ്റ് ക്വാഡ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഞാൻ നട്ട്മെഗ് ന്യൂഡ് സ്വാച്ച് ചെയ്യാം. ഡിഡ് യു സീ ദാറ്റ്? ആ കളർ ആണെങ്കിലും അതെ, ഈ ബ്രഷ് ഉണ്ടല്ലോ അതിന്റെ ബ്രഷ് ആണെങ്കിലും അതെ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ആൻഡ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫേസിന് ഓൾമോസ്റ്റ് എല്ലാ ക്ലോത്ത്സിന്റെയും കൂടെ പോകുന്ന ഒരു കളറാണ് നട്ട്മെഗ് ന്യൂഡ്. ഓക്കെ, ഇതിന്റെ ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിച്ചാലും തെറ്റില്ല. സോ അടുത്ത ഷെയ്ഡ് സ്വാച്ച് ചെയ്യാം. സോ ദ നെക്സ്റ്റ് വൺ ഇസ് പിങ്ക് ഡോൺ ഫ്രം ദ സ്റ്റാക്ക്. സോ ഇതൊരു ക്ലോസ് ടു ഒരു വാഷ് ഔട്ട് പോലത്തെ ഷെയ്ഡാണ്, പക്ഷെ എനിക്കിഷ്ടമാണ്. കിച്ചൺ ടേൽസ് ബൈ നീതു എന്ന് പറഞ്ഞ ഒരു പേജിൽ അവർ അതിനകത്ത് ഈ വാഷ് ഔട്ട് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടല്ലോ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സ്പോട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇൻ ഫാഷൻ. ഇഫ് യു ആർ കംഫർട്ടബിൾ, ഇഫ് യു ആർ കോൺഫിഡന്റ് ടു ക്യാരി ദീസ് കൈൻഡ് ഓഫ് ഷെയ്ഡ്സ്, പ്ലീസ് ഗോ ഹെഡ് വിത്ത് ഇറ്റ്. ഇതെന്താണെന്നറിയോ, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറ്റ് സെറ്റിൽസ് ഇൻ ടു എ മാറ്റ്. അപ്പോൾ മാറ്റ് ഫിനിഷ്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, നമ്മൾ ഇട്ടതായേ അറിയത്തില്ല. ദ നെക്സ്റ്റ് ഷെയ്ഡ് ഇൻ ദ അൾട്ടിമേറ്റ് ക്വാഡ് സ്റ്റാക്ക് ഇസ് ന്യൂഡ് മോക്ക. വാഷ് ഔട്ട് പോലെയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കൊള്ളാം. ന്യൂഡ് മോക്ക. ന്യൂഡ് മോക്ക, വെരി പ്രിറ്റി കളർ.
ആൻഡ് ഫൈനലി ന്യൂ ജിഞ്ചർ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ന്യൂഡ്. നല്ല രസമുണ്ട്. സോ എനിക്കിതൊരു നല്ലൊരു ബഡ്ജറ്റ് ബൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 1100 ആൻഡ് സംതിങ് ആണ്, പക്ഷെ 4 ലിപ്സ്റ്റിക് ആണ്, 4 നല്ല കളേഴ്സ് ആണ്. സോ ദിസ് ഇസ് ദി അൾട്ടിമേറ്റ് ക്വാഡ്. ഈ അൾട്ടിമേറ്റ് ക്വാഡ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക് പിഗ്മെന്റഡ് ലിപ്സിന് വളരെ നല്ലതാണ്. സോ ദ നെക്സ്റ്റ് കളർ ദാറ്റ് ഐ ഹാവ് ഹിയർ ഇസ് ഫ്രോം ഷാർലറ്റ് ടിൽബറി. ഇതൊരു ഹൈ എൻഡ് ലിപ്സ്റ്റിക് ആണ്, ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ലിപ്സ്റ്റിക് അല്ല. എൻ്റെ ഒരു ഫ്രണ്ടില്ലേ, ഞാൻ ഇതിന് മുമ്പത്തെ റീലുകളിൽ പറഞ്ഞിട്ടുള്ള ദേവി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ദുബായിലെ. അപ്പോൾ ദേവി എനിക്ക് 2 ലിപ്സ്റ്റിക് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ദുബായ് പോയിട്ട് വന്നപ്പോൾ, അനസ്തേഷ്യയുടെ. അത് രണ്ടും എനിക്ക് ടോട്ടൽ വാഷ് ഔട്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരിക്ക് തന്നെ കൊടുത്തു. പുള്ളിക്കാരിക്ക് ആ ഷെയ്ഡ്സ് ഒക്കെ നന്നായിട്ട് ചേരും. അപ്പം അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എന്നോടുള്ള സ്നേഹം കാരണം ഒരിക്കൽ പുള്ളിക്കാരിയുടെ ലിപ്സ്റ്റിക് ബാഗിൽ നിന്ന് എടുത്തിട്ട് ഇത് എടുത്തോളം പറഞ്ഞു. അങ്ങനെ തന്ന ലിപ്സ്റ്റിക് ആണിത്. ദിസ് ഇസ് ദ ഷെയ്ഡ് വാക്ക് ഓഫ് നോ ഷെയിം ഫ്രം ഷാർലറ്റ് ടിൽബറി. സോ ഇതാണ് ആ ഷെയ്ഡ്. എന്റെ പിഗ്മെന്റഡ് ലിപ്സിന് ശരിക്കും ഇതൊരു ഫുൾ കവറേജ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ കീറോ ബ്യൂട്ടിയുടെ ഒന്നും അത്രയും ഇല്ല. മാത്രമല്ല ഇത് പെട്ടെന്ന് പോകും കേട്ടോ. നമ്മൾ ജസ്റ്റ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇത് പോയിരിക്കും. പക്ഷേ ഇതിലൊരു നല്ലൊരു കോക്കോ ബട്ടറിന്റെ ഒരു നല്ലൊരു മണമുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി മോയ്സ്ചറൈസിങ് ഓൺ ദ ലിപ്സ്. ഈ മാറ്റ് ഫിനിഷിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന നേരത്തെ കാണിച്ച ലിപ്സ്റ്റിക്സ് ഇറ്റ് ടെൻസ് ടു മേക്ക് അവർ ലിപ്സ് ഡ്രൈ. പക്ഷെ ഒരു നല്ല ലിപ് ബാം അടിയിൽ ഇടുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിന് ലിപ് ബാം ഒന്നും വേണ്ട. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. And since this was given by my friend, I attach a lot of love to this one. So you see the shade. നല്ല pretty ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. It makes your face bright instantly. നല്ലൊരു ഷെയ്ഡാണ്. ഷാർലറ്റ് ടിൽബറിയുടെ വാക്ക് ഓഫ് നോ ഷെയിം. The next lipstick is again from Mars. മാസിന്റെ ലിപ്സ്റ്റിക് ആണ്, ആൻഡ് ഇറ്റ് ഇസ് ഇൻ ദ ഷെയ്ഡ് ക്വീനി. പക്ഷേ ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, എനിക്ക് മാസിന്റെ ലിപ്സ്റ്റിക്സ് പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഓൾസോ അവർക്ക് കുറെ നല്ല സൂപ്പർ കളേഴ്സ് ഉണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണും. ഇത് ഭയങ്കര ഡ്രൈ ആക്കും ലിപ്സിനെ. ഞാൻ ഇതിന്റെ അടിയിൽ ലിപ് ബാം ഒക്കെ ഇട്ട് നോക്കി. ഇത് കുറച്ച് അങ്ങനെ ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇത് എപ്പോൾ ലിപ്സിൽ ടച്ച് ചെയ്താലും ഇത് എന്റെ ലിപ്സിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. പക്ഷേ കളർ നല്ല സൂപ്പർ കളറാണ്. വേറൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിതിന് എന്തുകൊണ്ട് ഭയങ്കര ഒരു ഹോസ്പിറ്റൽ സ്മെല്ല് അടിക്കും. കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ, ചുണ്ടിലിട്ടിട്ട് ഒരു അല്പം നേരമേ ഉള്ളൂ. പക്ഷേ ശരിക്കും നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ഈ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ്സിന്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, ആ മണം എനിക്കിതിൽ അടിക്കും. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. വളരെ ലൈറ്റ് ആണ്, എന്നാൽ നമ്മുടെ വാഷ് ഔട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതുമില്ല. നല്ല ഒരു കളറാണ്. പക്ഷേ ഉള്ളി പ്രോബ്ലം ഇസ് ഇത് സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ എന്റെ സ്കിന്നിന് ഒത്തിരി എന്റെ ലിപ്സിനെ ഒത്തിരി ഡ്രൈ ആക്കുകയും ചെയ്യും. ഈ ലിപ്സിലുള്ള ലൈൻസിലൊക്കെ ഇതിങ്ങനെ സെറ്റിൽ ചെയ്യും. സോ ഐ വിഷ് ദ ഫോർമുല ഹാഡ് ബീൻ ബെറ്റർ. ബട്ട് അതർവൈസ് കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. സി നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഓറഞ്ച് ആണ് കേട്ടോ, നല്ല കളറാണ്. സോ ദിസ് ഇസ് ക്വീനി ഫ്രം മാസ്. സോ ദ നെക്സ്റ്റ് ലിപ്സ്റ്റിക് ഇസ് സാമ്പിൾ ലിപ്സ്റ്റിക്. സോ ഇത് വന്നിട്ട് ഷാർലറ്റ് ടിൽബറിയുടെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഷെയ്ഡിലെ പില്ലോ ടോക്ക് മീഡിയം. അതാണ്. ഇതെനിക്ക് ഫുൾ സൈസ് ഒന്നും കാശ് കൊടുത്ത് വാങ്ങാനുള്ള പാങ്ങില്ലാത്തതുകൊണ്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലെ പേജിൽ നിന്ന് ഒരു സാമ്പിൾ ഡബ്ബ വാങ്ങിയതാണ്. ശരി, ഒരു 2-3 ആപ്ലിക്കേഷൻ ഒക്കെ ഇത് പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാനിറ്റൈസ് ചെയ്ത കൈയാണ് ഇത്. സാനിറ്റൈസ് ചെയ്ത കൈ വെച്ച് ഇത് ഡിപ്പ് ചെയ്ത് ലിപ്സിൽ ഇടാൻ പോവാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ക്രീംസ് ഇല്ലേ, ടബിൽ വരുന്ന ക്രീംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾവേസ് സാനിറ്റൈസ് യുവർ ഫിംഗേഴ്സ്. സാനിറ്റൈസർ ഉപയോഗിച്ച് ചെയ്യുക. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി അത്ര വലിയ അഭിപ്രായമല്ല കേട്ടോ. ഇതും പെട്ടെന്ന് ചുണ്ടിന്ന് പോവും. ഷെയ്ഡ് സൂപ്പർ ആണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ ഇത് പെട്ടെന്ന് ചുണ്ടിന്ന് പോവും. ആൻഡ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ഇതേ ഷെയ്ഡ് തരുന്ന ബെറ്റർ കളർ പേ ഓഫും ബെറ്റർ ആയിട്ട് ഉള്ള ആപ്ലിക്കേഷനും പിന്നെ ഇതിലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ബ്രാൻഡ്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ഹൈപ്പ്, അത്രേ ഉള്ളൂ. ഷെയ്ഡ് ഇസ് റിയലി ഗുഡ്. പിന്നെ പില്ലോ ടോക്ക് മീഡിയം ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും ഇട്ടിട്ടുണ്ട് എന്ന് പറയാൻ ഒരു സന്തോഷത്തിന് മേടിച്ചതാണ്. Okay,
സോ ദ നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് ഫ്രം സ്റ്റേസ്. സ്റ്റേസിന്റെ 9 to 9 എന്ന് പറയുന്ന സീരീസിൽ ഒരു ലിപ്സ്റ്റിക്കിൽ തരുന്ന തന്നെ 3 ഷെയ്ഡ്സ് വരും. അതായത് ഇപ്പൊ നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഷെയ്ഡ്, ഇതാ കണ്ടോ, ഇത് ബാക്കിൽ കാണുന്ന ഒരു ഷെയ്ഡ്, പിന്നെ ഇത് രണ്ടും കൂടെ ഒത്ത് ഇട്ടാൽ വരുന്ന ഒരു ഷെയ്ഡ്. അപ്പോൾ ഞാൻ ഇത് പപ്പാതി ഇട്ട് കാണിക്കാം, കാരണം തുടച്ച് എൻ്റെ ചുണ്ടൊരു വഴിയായി. ഈ ലിപ്സ്റ്റിക്കിന്റെ പേര് ട്രഫിൾ ബ്ലഷ് എന്നാണ്, ട്രഫിൾ ബ്ലഷ്. സോ ഞാൻ ഇതിങ്ങനെ ഹാഫ് ആയിട്ട് കാണിക്കാവേ. മേളിൽ ഒരു ഷെയ്ഡും താഴെ ഒരു ഷെയ്ഡും പിന്നെ ഒരുമിച്ചുള്ളത് ഇങ്ങനെ ചെയ്ത് കാണിക്കാം. സോ ഈ സൈഡാണ് ആദ്യം ഇടുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡ്, ഈ സൈഡ്, നേരത്തെ ഇട്ടത് ഇത്, ഇനിയുള്ളത് ഇത്. മിക്സ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു നല്ല കളർ കിട്ടും. നല്ല ലിപ്സ്റ്റിക് ആട്ടോ. ഇതിൽ എനിക്ക് അങ്ങനെ ആക്ച്വലി കുറ്റം പറയാനും ഒന്നുമില്ല. ഒരു ബാഡ് നമുക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലോ ഓർഡറോ ഒന്നുമില്ല. പിന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്, ക്രീമിയാണ്, മാറ്റിലോട്ട് സെറ്റിൽ ചെയ്യും. എവറിത്തിങ് ഇസ് ഗുഡ് അബൌട്ട് ദിസ് വൺ. എന്റെ കിറോ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കിനെ പോലെയാണ്, എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. സ്റ്റേസിന്റെ 9 to 9 ലവ് ട്രയാങ്കിളിലെ ട്രഫിൾ ബ്ലഷ്, ബ്യൂട്ടിഫുൾ കളർ. അടുത്ത ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഷെയ്ഡ് മെബിലിൻ സൂപ്പർ സ്റ്റേ വൈനൽ ഇങ്ക്. ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റെക്കോർഡിംഗ് ഓൺ ആക്കാതെ ഞാൻ കുറെ കാര്യമൊക്കെ പറഞ്ഞ് അപ്ലൈ ചെയ്തു. ഇനിയും ചുണ്ട് തുടച്ചു കഴിഞ്ഞാൽ ചുണ്ട് തന്നെ കളഞ്ഞിട്ട് പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ കാണിക്കാമെന്ന്. സോ ഇതാണ് മെബിലിന്റെ സൂപ്പർ സ്റ്റേ വൈനൽ ഇങ്ക്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ ഒരുമാതിരി എല്ലാ ഡ്രസ്സിനെയും കൂടി ഇട്ടിട്ടുള്ളതാണ്. ഓൺലി പ്രോബ്ലം വിത്ത് ദിസ് വൺ ഇസ് ദാറ്റ്, കണ്ടോ, നമ്മുടെ ലിപ്സിനെ ഇത് ഭയങ്കര ചിപ്ചിപ്പാക്കും. അപ്പോൾ അതൊരു അൺകംഫർട്ടബിൾ ഫീൽ ആണോ എന്ന് ചോദിച്ചാൽ അത്ര നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് നോട്ട് എ നൈസ് ഫീലിംഗ്. സോ I wish they found some solution for this. പക്ഷേ otherwise the color is good, the payoff is good, and long lasting ആണ്. Everything about this is good. The only problem is the stretched feeling that your lips get when this is applied. Okay, so the next shade from my collection is from L'Oreal. L'Orealന്റെ liquid lipstick in the shade Lazy Sunday. ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ്. ഒരു വാലന്റൈൻസ് ഡേക്കോ ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് ആക്ച്വലി ഇതിന്റെ ഈ ഒരു സീരീസിലെ വേറെയും ഒരുപാട് ഷെയ്ഡ്സ് വാങ്ങണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് ലോറിയലിന്റെയും മെബലിന്റെയും ലാക്മേയുടെയും ലിപ്സ്റ്റിക്സ് എല്ലാം ഭയങ്കര സൂപ്പറാണ്. ആൻഡ് അവർ ഈ ഒരു മേഖലയിൽ ഒത്തിരി നാളായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ദേ ഹാവ് സോർട്ട് ഓഫ് വൺ ഫോർ എവറി വൺ. എല്ലാവർക്കും പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സോ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ സീരീസിലെ ഷെയ്ഡ്സ് എല്ലാം ഒത്തിരി എണ്ണം എനിക്ക് ഇഷ്ടമായി. ബട്ട് ദിസ് വൺ ആസ് എ ഗിഫ്റ്റ് ഫ്രം മൈ ഹസ്ബൻഡ്. ഞാൻ കൊടുത്ത സജഷനാണ് എനിക്ക് ലേസി സൺഡേ വേണമെന്ന്. So this is another lipstick about which I have no complaints. ഇതിന്റെ ആപ്ലിക്കേറ്റർ ഭയങ്കര സൂപ്പറാണ്. അപ്പം നിങ്ങൾ തന്നെ കണ്ട പോലെ നമുക്ക് സർഫസിൽ വരയ്ക്കാനും ലിപ്സിന്റെ എഡ്ജസിൽ ലൈൻ ചെയ്യാനും പറ്റിയ ആപ്ലിക്കേറ്റർ ആണ്. ഇറ്റ് സെറ്റിൽസ് വെരി വെൽ ഓൺ യുവർ ലിപ്സ്. പിഗ്മെന്റഡ് ലിപ്സിന് പറ്റിയതാണ്. നല്ല ഉഗ്രം കളർ പേ ഓഫ് ആണ്. ആൻഡ് സീ സച്ച് എ ബ്യൂട്ടിഫുൾ കളർ. നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ ബിക്കോസ് ഓഫ്കോഴ്സ് പുള്ളി ഗിഫ്റ്റ് ചെയ്തതല്ലേ. ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 1 അല്ല, ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് 3. അപ്പൊ ഞാൻ ഇത് ഹൗസ് ഓഫ് മേക്കപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ നേരത്തെയും ഉപയോഗിച്ച് തീർന്നിട്ട് വീണ്ടും റീപർച്ചേസ് ചെയ്തതാണ്. സോ ഇതിൽ ഓരോ ഷെയ്ഡ്സ് ആയിട്ട് ഞാൻ എടുത്ത് കാണിക്കാം. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജിഞ്ചർ സ്നാപ്പ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്, ജിഞ്ചർ സ്നാപ്പ്. സോ ഐ ജസ്റ്റ് സ്വാച്ച് ദിസ് ഫോർ യു. Look how beautifully it has covered my pigmented lips and നല്ല ഒരു മാറ്റിലേക്ക് ഇത് സെറ്റിൽ ചെയ്യും. ദിസ് ഇസ് സംതിങ് ലൈക്ക് സി യുവർ ലിപ്സ് ബട്ട് ബെറ്റർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാ ഇല്ലേ എന്നൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഉണ്ട്. നല്ലൊരു ഷെയ്ഡാണ്. നല്ല സെറ്റിൽ ഡൗൺ ചെയ്യും, നമ്മുടെ ചുണ്ടിൽ മാറ്റായിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും. പക്ഷേ നമ്മൾ അൺകംഫർട്ടബിൾ ആകത്തില്ല. ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദോസ് ലിപ്സ്റ്റിക്സ് അബൌട്ട് വിച്ച് ഐ ഹാവ് നോ കംപ്ലൈൻസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സീരീസ് ആണ് ഈ ഹൗസ് ഓഫ് മേക്കപ്പിന്റെ ലിപ്സ്റ്റിക്സ്. ആൻഡ് ഓൾസോ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവരുടെ മോയ്സ്ചറൈസിങ് ടിന്റഡ് മോയ്സ്ചറൈസർ, പിന്നെ അവരുടെ കൺസീലർ പക്ഷേ ഞാൻ ഇങ്ങനെ എവിടെയോ പോയി ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ടിന്റഡ് മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിക്കുന്നതാണ്. മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ച് കാണിച്ചിട്ടുണ്ട്. അവരുടെ ലിപ്സ്റ്റിക്സ് എല്ലാം നല്ലതാണ്. ബട്ട് എനിക്ക് തോന്നുന്നു അവർ അത്രയ്ക്ക് ഒരു പോപ്പുലാരിറ്റിയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു ബ്രാൻഡാണ്. ദ ലിപ്സ്റ്റിക് റേഞ്ച് ഇസ് റിയലി ഗുഡ്. സോ ദിസ് ഇസ് ഹൗസ് ഓഫ് മേക്കപ്പ് ജിഞ്ചർ സ്നാപ്പ്, വെരി ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഈ ഭാഗം മാത്രം ചുമന്നിരിപ്പുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് തുടച്ചതിന്റെ. ദ നെക്സ്റ്റ് വൺ ഇസ് ആപ്രിക്കോട്ട് വിപ്പ്. ഇതും ഹൗസ് ഓഫ് മേക്കപ്പിന്റെ ആ സെയിം സീരീസിലുള്ളതാണ്. സ്വാച്ച് ചെയ്ത് കാണിക്കാം.
എത്ര സട്ടിൽ ആയിട്ടുള്ള ഒരു നല്ല ന്യൂഡ് ഷെയ്ഡാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണിത്. അഗൈൻ ഇത് നമ്മുടെ ഓൺ ലിപ്സ് ബട്ട് ബെറ്റർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. വെരി നൈസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പിങ്ക് ബട്ടർ. ഈ ഷെയ്ഡാണ് ഞാൻ ടിപ്സ് ടു സ്റ്റേ യങ് എന്ന് പറഞ്ഞ 2 ദിവസം മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ഒത്തിരി പേര് ചോദിച്ച ഷെയ്ഡ്. ദിസ് വൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ആക്ച്വലി മറ്റേ കിറോ ബ്യൂട്ടിയുടെ ക്വാഡ് പോലെയാണ് ഈ 3 സെറ്റ് കേട്ടോ. ഇത് 3 നമുക്ക്, അതായത് ഇഫ് യു ആർ എ ബിഗിനർ ബൈയിങ് ലിപ്സ്റ്റിക്സ്, കിറോ ബ്യൂട്ടിയുടെ ആ ക്വാഡും ഈ 3 ആ സെറ്റ് മേടിച്ചു കഴിഞ്ഞാൽ യു ആർ കവേർഡ്. അങ്ങനത്തെ ഒരു സെറ്റാണ്. ആൻഡ് ഈ 2 ബ്രാൻഡും എനിക്ക് ഒരു കുറ്റവും പറയാനില്ലാത്ത ലിപ്സ്റ്റിക്സ് റേഞ്ച് തരുന്ന ബ്രാൻഡ്സ് ആണ്. സോ ഇഫ് യു ആർ എ ഫസ്റ്റ് ടൈം ബയർ, ഈ 2 സെറ്റ് മേടിച്ചാൽ മതിയാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ലിപ്സ്റ്റിക്സ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുക, മോയ്സ്ചറൈസ് യുവർ ലിപ്സ് വെൽ. ബിക്കോസ് ഈ ലിപ്സ്റ്റിക് നിങ്ങളുടെ ലിപ്സിൽ ഇഫ് ഇറ്റ് ഹാസ് ടു സിറ്റ് വെൽ, ദെൻ യുവർ ലിപ്സ് ഷുഡ് ബി thoroughly moisturized. നല്ലൊരു ലിപ് ബാം യൂസ് ചെയ്യുക. മോർണിംഗിൽ SPF അടങ്ങിയ ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. നൈറ്റിൽ കുറച്ചുകൂടെ ഒരു നറിഷ്മെന്റ് തരുന്ന രീതിയിലുള്ള ഒരു തിക്ക് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യുക. ഗോ ഫോർ ന്യൂഡ് ഷെയ്ഡ്സ് വെൻ യു ആർ ഡൂയിങ് യുവർ ഐസ്. ബിക്കോസ് ഇപ്പം എൻ്റെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിരികം ഭയങ്കര തിക്കാണ്. അപ്പോൾ ഞാൻ കണ്ണ് നന്നായിട്ട് എഴുതിയിട്ട് പിന്നെ ചുണ്ടിലും കൂടി ഒരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഇട്ട് കഴിഞ്ഞാൽ ദി എൻറ്റയർ സെറ്റപ്പ് ബിക്കംസ് വെരി ലൗഡ് ആൻഡ് ടാക്കി. സോ അതിനേക്കാൾ നല്ലത്, ഇഫ് യു ഡൂയിങ് യുവർ ഐസ് റിയലി വെൽ, if you are putting kajal and everything, go for nude lips. It brings out your eyes. On the other hand, if you're leaving your eyes alone, put some color, bring some color to your lips. നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് ഇടുക. ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന ഗ്രൗണ്ട് റൂൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ there is no hard and fast rule in fashion and when it comes to styling. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇടുക. ദീസ് ആർ എ ഫ്യൂ തിങ്സ് ദാറ്റ് ഐ ഫോളോ. സോ ഇത്രയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. നേരത്തെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരുപാട് ലിപ്സ്റ്റിക്സ് ഒന്നും ഇല്ല, ബട്ട് ഐ ജസ്റ്റ് ലവ് ലിപ്സ്റ്റിക്സ്. അപ്പം ആരെങ്കിലും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കും, ഞാൻ പറയും ലിപ്സ്റ്റിക് മതി. സോ ഐ ജസ്റ്റ് ലവ് ലിപ്സ്റ്റിക്സ്. ആൻഡ് ഐ ലവ് ടു ബ്രിങ് ഇൻ മോർ കളേഴ്സ്. ഈ നമ്മുടെ ഐശ്വര്യ റായ് ഒരു പ്രാവശ്യം കാൻസിലിട്ടില്ലേ ഒരു പേർപ്പിൾ കളർ, അതൊക്കെ എനിക്ക് ഇടണം എന്നുണ്ട്. ഞാൻ നോക്കട്ടെ, പൈസയൊക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ ഇട്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇടും. സോ ഇതോടെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെ തീർന്നു. ഇനി ആർക്കെങ്കിലും എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ട്, ഇതൊന്ന് എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. നിങ്ങൾക്ക് സ്വാച്ച് ചെയ്യാൻ വേണ്ടി തുടച്ചെടുത്തതാണ്, ബട്ട് ഇറ്റ് വാസ് ഫൺ ഡൂയിങ് ദിസ്. ഞാനും കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ഇതൊക്കെ ചെയ്യണം. കുറേ പേര് എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഐ ഡോണ്ട് ഹാവ് എ വെരി ബ്രില്യൻ കളക്ഷൻ ഓഫ് ലിപ്സ്റ്റിക്സ്, ബട്ട് ഐ ഹാവ് കവേർഡ് ഓൾ ദി ബേസിക്സ് എന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് എനിക്ക് ഇനി എന്തെങ്കിലും ഗിഫ്റ്റ് തരണം എന്ന് സ്നേഹം കൊണ്ട് തോന്നുകയാണെങ്കിൽ ബൈ മി എ ലിപ്സ്റ്റിക്. ഐ ജസ്റ്റ് ലവ് ന്യൂഡ്സ്. സോ പിന്നെ എപ്പോഴെങ്കിലും കാണാം. ബൈ.